യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവച ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ച് സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും ഈശോയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും ഞങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയും ഞങ്ങളുടെ പുരയിടങ്ങളെയും ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളെയും ഞങ്ങളുടെ എല്ലാ മേഖലകളും ഈശോയെ സമർപ്പിക്കുന്നു. തിരുരക്തത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോമാ 3:24-25 വചനത്തിലൂടെയും വെളിപാട് 12:11 1 പത്രോസ് 1:18 ഹെബ്രായർ 9:14 എഫേസൂസ് 1:7 1 യോഹന്നാൻ 1:7 ഹെബ്രായർ 12:24 ഹെബ്രായർ 13:20-21 വചനത്തിലൂടെയും ഈശോയെ, അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആബാ പിതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 8:12 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏശയ്യാ 10:17 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വെളിപാട് 12:1-2 ഞങ്ങളെ അനുഗ്രഹിക്കണം. ബാറൂക്ക് 4:1-2 അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വർഗീയ ദൂതന്മാരുടെ പ്രകാശത്താൽ ഹെബ്രായർ 1:7 ഞങ്ങൾ വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊളോസസ് 2:5 ഈശോ എല്ലാ വിശുദ്ധരുടെയും പ്രകാശത്താൽ ഞങ്ങൾ വലയം ചെയ്യും. അവരോടൊപ്പം സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെന്റ് ആന്റണിയോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു, 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 മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെന്റ് പാദ്രെ പിയനോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെന്റ് കാതറിൻ ഓഫ് സിയനോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. സെന്റ് ഹിൽഡഗേർഡിനോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. സെന്റ് ഡിംഫനോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. സെന്റ് ക്ലെയറിനോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെന്റ് ഫ്രാൻസിസ് അസിസിയോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. സെന്റ് ജോൺ പോൾ സെക്കൻഡിനോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും സംരക്ഷിക്കണമെന്ന് ജോബ് 1:10, സക്രിയ 2:5, സക്രിയ 9:8, 2 മക്കബായ 8:18. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും കോട്ടയ്ക്കായിരിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ സങ്കീർത്തനം 147:13 ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഫിലിപ്പിയർ 2:9-10-11 വരെയുള്ള വചനത്തിലൂടെയും അപ്പസ്തലരുടെ 4:12 റോമ 10:13 അപ്പസ്തലനോട് 2:21 ജോയൽ 2:32 ഈശോയെ അവിടുത്തെ നാമത്താൽ ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിന്റെ യോഗ്യതയിൽ നിന്നുകൊണ്ട് ഈശോയെ യെശയ്യാ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 16:19, യോഹന്നാൻ 20:23, മത്തായി 8:16, സങ്കീർത്തനം 107:20, എഫേസസ് 6:17, ലൂക്ക 10:19, മത്തായി 16:16 മുതൽ 19 വരെയുള്ള വചനത്തിലൂടെ ഈശോയെ പൗരോഹിത്യ അധികാരത്തിൽ നിന്നുകൊണ്ട്
മർക്കോസ് 3:14-15, ലൂക്ക 9:1-2 എന്നീ വചനങ്ങളിലൂടെയും ഈശോയെ വിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നും ഐക്യത്തിൽ നിന്നുകൊണ്ട് 1 കൊരിന്തോസ് 1:10 1 യോഹന്നാൻ 3:8 പ്രത്യേക കൃപയിൽ നിന്നുകൊണ്ട് ഈശോയെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഫേസസ് 2:2, എഫേസസ് 5:6, യെശയ്യാ 30:1, നിയമാവർത്തനം 21:30, 1 സാമുവേൽ 15:23, ജെറമ്യ 11:8 എല്ലാ വിധത്തിലുള്ള അനുസരണക്കേടിന്റെ അരൂപികളെ, വിമത സ്വഭാവത്തിന്, അന്തരീക്ഷ ശക്തിയുടെ സ്വാധീനങ്ങള്, എതിർപ്പുകളുടെ അരൂപികളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകൾ എഫേസസ് 3:5 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹോസിയ 5:4, ഹോസിയ 4:12, 1 യോഹന്നാൻ 2:15-16, എസെക്കിയേൽ 20:7-8, മത്തായി 5:28 ഈശോയെ വ്യഭിചാര ദുർഭൂതത്തിന്റെ സ്വാധീനങ്ങൾ ഈശോയെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. എല്ലാ തരത്തിലുള്ള വെറുപ്പ്, വൈരാഗ്യം, വാശി, വിദ്വേഷം, ഈ അരൂപികളെല്ലാം ഈശോയെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിഷ്ക്രിയമാക്കുന്ന ഈ അരൂപികളെ, വചനത്തെ ഞങ്ങൾ എടുത്തു കളയുന്ന ഈ അരൂപികളെ, ഹെബ്രായർ 12:15 വചനത്തിലൂടെയും അപ്പസ്തലന്മാരുടെ 8:23 എഫേസസ് 4:31 കൊളോസസ് 3:8 സങ്കീർത്തനം 109 3-5 വചനത്തിലൂടെയും 1 യോഹന്നാൻ 3:12-15 വചനത്തിലൂടെയും ഉൽപ്പത്തി 4:5 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. റോമ 11:8 മേശ 29:10 ഈ നിദ്രാലസ അരൂപികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ലോകാരൂപികൾ യേശോയെ സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ജ്ഞാനം 13:7 യാക്കോബ് 4:4 റോമ 8:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. അസൂയ, തർക്കം, അതിന്റെ പുറകെയുള്ള എല്ലാ രൂപികളും ഈശോയെ 1 കൊരിന്തോസ് 3:3 യാക്കോബ് 3:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചിരിക്കുന്നു. ആശയക്കുഴപ്പത്തിന്റെ അരൂപികള് ഈശോയെ സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ 19:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമർപ്പിക്കുന്നു ഈശോയെ, സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു ഈശോയെ. ആരാധന, മഹത്വം, 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 മഹത്വം. ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ജ്ഞാന ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ദൈവഹിതത്തെ കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമെന്ന് ഗലാത്യ 5:22 പ്രാർത്ഥിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ഈശോയെ ആന്തരിക സമാധാനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശയ്യാ 66:2. യേശയ്യാ 66:2. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയനുതാപം ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. യേശയ്യാ 34:16. യേശയ്യാ 34:16.
കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക. ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുക പൂർവ പിതാവായ യൗസേപ്പിന്റെ ആന്തരിക വിശ്വാസ ജീവിതം ഭാഗം 1. പൂർവ പിതാവായ യൗസേപ്പിന്റെ ജീവിതം മനുഷ്യ രാശിയുടെ രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയ സമ്പൂർണ്ണ പദ്ധതിയുടെ ഒരു മുൻ ചിത്രവും രൂപരേഖയുമാണ്. അതുപോലെ പൂർവപിതാവായ യൗസേപ്പിന്റെ ആന്തരിക വിശ്വാസ ജീവിതം ദൈവഹിതത്തിന്റെ ആഴങ്ങളും മഹത്വവും തിരിച്ചറിയാൻ നമുക്ക് സഹായമാകുന്നു. യൗസേപ്പിന്റെ ജീവിതം ദൈവഹിതത്തിന്റെ 4 തലങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്ക് നൽകുന്നുണ്ട്. അതിലെ ആദ്യത്തെ 2 ബോധ്യങ്ങളാണ് ഇന്ന് നാം ധ്യാനിക്കുക. 4 തലങ്ങൾ ഇതാണ്: ദൈവത്തിന്റെ പരിപൂർണ ഹിതം, ദൈവത്തിന്റെ അനുവദനീയ ഹിതം, ദൈവത്തിന്റെ പരിപാലന ഹിതം, ദൈവത്തിന്റെ പരിപൂർണമായ ഹിതത്തിലേക്കുള്ള തിരിച്ചുവരവ്. ആദ്യം നാം ധ്യാനിക്കുക ദൈവത്തിന്റെ പരിപൂർണ ഹിതം. ഉൽപ്പത്തി 37:3. ഉൽപ്പത്തി 37:3. ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാൾ അധികം സ്നേഹിച്ചിരുന്നു, കാരണം അവൻ തന്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി. ദൈവവചനത്തിലെ വാർദ്ധക്യത്തിന് നിത്യത എന്നൊരു അർത്ഥമുണ്ട്. ആ നിത്യതയെ കേന്ദ്രീകരിച്ച് നാം യൗസേപ്പിന്റെ ജീവിതത്തെ കാണുമ്പോൾ ഈശോയുടെ ജീവിതം മുഴുവൻ നമുക്ക് കാണാനായിട്ടും സാധിക്കും. പിതാവായ ദൈവം പുത്രനായ യേശുവിനെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു, പ്രിയ പുത്രനായിരുന്നു. അതാണ് നാം മത്തായി 3:17 വായിക്കുക. മത്തായി 3:17. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. യോഹന്നാൻ 1:18. യോഹന്നാൻ 1:18. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പരിപൂർണ ഹിതത്തെക്കുറിച്ച് ബോധ്യത്തിലേക്ക് വരുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള ആഴമായ ബോധ്യത്തിൽ നിന്നാണ്. ആ സ്നേഹം നമ്മുടെ പ്രവർത്തികൾ കൊണ്ടല്ല, നാം എന്തായിരിക്കുന്നുവോ ആ രൂപത്തിൽ തന്നെ, കാരണം അവിടുന്നാൽ സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹമാണ് ആദ്യം. അതാണ് 1 യോഹന്നാൻ 4:10 നാം വായിക്കുന്നത്. 1 യോഹന്നാൻ 4:10. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നമ്മുടെ സൃഷ്ടി ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണ്. സങ്കീർത്തനം 139:16. സങ്കീർത്തനങ്ങൾ
139:16. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. സങ്കീർത്തനം 139:14. സങ്കീർത്തനങ്ങൾ 139:14. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. നമുക്കിത് നന്നായി അറിയണം. നാം അവിടുത്തെ എത്ര വിശിഷ്ടമായ സൃഷ്ടിയാണെന്നും അവിടുത്തെ സ്നേഹം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ആ ഒരു വലിയ സ്നേഹ അനുഭവത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. ഏശയ 44:2. ഏശയ 44:2. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ജെശ്രൂനെ, നീ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ പരിപൂർണ ഹിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അവിടുത്തെ സ്നേഹം പങ്കുവെക്കാനുള്ള പ്രത്യേക ദൗത്യമായിട്ടാണ്. പ്രത്യേകമായ ഒരു സ്ഥലത്ത് ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ സ്നേഹം പങ്കുവെക്കാൻ. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പരിപൂർണ ഹിതം. ജെറമിയ 29:11. ജെറമിയ 29:11. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എഫേസോസ് 2:10. എഫേസൂസ് 2:10. നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എഫേസോസ് 1:4. എഫേസൂസ് 1:4. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ജെറമിയ 1:5. ജെറമിയ 1:5. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഗലാത്യ 1:15. ഗലാത്യ 1:15. എന്നാൽ ഞാൻ മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തന്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. ദൈവം നാം ഓരോരുത്തർക്കും ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഒരു മേൽത്തരം വസ്ത്രമാണ് നൽകുന്നത്. അത് സ്നേഹത്തിന്റെ അടയാളമാണ്. പഴയ വിവർത്തനങ്ങള് ആ പദത്തെ കുറിച്ച് പറയാ പല നിറമുള്ള അങ്കി എന്നാണ്. നാം ആരാണെന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനമാണ്. നമുക്കുള്ള സ്ഥാനം എന്താണ്? മറ്റ് സൃഷ്ടികളുടെ ഇടയ്ക്ക് ഞാൻ ആരാണ്? 2 സാമുവേൽ 13:18. 2 സാമുവേൽ 13:18. താമാർ ധരിച്ചിരുന്നത് അവിവാഹിതകളായ രാജകുമാരിമാർ ധരിക്കാറുള്ള നീണ്ട കൈയുള്ള അങ്കിയായിരുന്നു.
ഭൃത്യൻ അവളെ പുറത്താക്കി വാതിലടച്ചു. സക്കറിയ 3:4. സക്കറിയ 3:4. തന്റെ മുൻപിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു, അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. ജോഷുവയോട് അവൻ പറഞ്ഞു, നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും. ഉൽപ്പത്തി 27:15. ഉൽപ്പത്തി 27:15. അവൾ മൂത്ത മകൻ ഏസാവിൻ്റെതായി തന്റെ പക്കൽ വീട്ടിലിരുന്ന ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങൾ എടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. ഏശയ്യ 61:10. യേശയ്യാ 61:10. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എന്റെ ആത്മാവ് എന്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാവുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാളുകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. വെളിപാട് 3:4-5. വെളിപാട് 3:4-5 തിരുവചനങ്ങൾ. എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവരായി കുറെ പേർ സാർദീസിൽ നിനക്കുണ്ട്. അവർ ധവള വസ്ത്രധാരികളായി എന്റെ കൂടെ നടക്കും. അവർ അതിന് യോഗ്യരാണ്. വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. എന്റെ പിതാവിന്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവന്റെ നാമം ഞാൻ ഏറ്റുപറയും. ദൈവം അവിടുത്തെ സ്നേഹത്താൽ ഈ ലോകത്തില് പങ്കുവെക്കാനായി ഒരു ദൗത്യമായിട്ട് ഒരു കാലഘട്ടത്തിൽ ഒരു ജനത്തിന് വേണ്ടി നമ്മെ സൃഷ്ടിക്കുമ്പോൾ അവിടുത്തെ വസ്ത്രം കൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് വേർതിരിക്കുന്നുണ്ട്. ആ വേർതിരിക്കുന്ന ആത്മീയ വസ്ത്രത്തെ കുറിച്ച് ആഴമായ ബോധ്യമാണ് ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതത്തിലേക്കുള്ള വളർച്ച. ഉൽപ്പത്തി 1:27. ഉൽപ്പത്തി 1:27. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവഛായ അതാണ് നമ്മുടെ പല നിറ അങ്കി. നമ്മുടെ ഉന്മയിലേക്ക് നെയ്ത് ചേർക്കപ്പെട്ട അന്തസ്സാണ് ഈ വചനം നാം ആത്മാവിൽ കൊണ്ട് നടക്കണം. കാരണമുണ്ട്. സകല സൃഷ്ടികളും ദൈവത്തിൻ്റെ ദാനമായ സ്വാഭാവിക ജീവൻ, നാച്ചുറൽ ലൈഫ് പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ മാത്രമാണ് അതിനപ്പുറം ദൈവത്തിൻ്റെ സ്വന്തം ജീവിതത്തിൽ പങ്കുചേരാൻ സഹായിക്കുന്ന അമാനുഷിക ജീവൻ, സൂപ്പർ നാച്ചുറൽ ലൈഫ് അഥവാ ദൈവകൃപയാൽ പ്രത്യേകമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവിക ജീവൻ മനുഷ്യന്റെ ഭൗതിക അസ്തിത്വത്തെ നിലനിർത്തുന്നു. എന്നാൽ അമാനുഷിക ജീവൻ മനുഷ്യനെ ദൈവ സഹവാസത്തിലേക്കും ദൈവപുത്രത്വത്തിലേക്കും ദൈവിക സ്വഭാവത്തിലേക്കും
ഉയർത്തുന്നു. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം ജീവിച്ചിരിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ ജീവിതത്തിൽ പങ്കുചേർന്ന് അവിടത്തോടുള്ള ഐക്യത്തിൽ വളരുക എന്നതാണ്. ഉൽപ്പത്തി 2:7. ഉൽപ്പത്തി 2:7. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. യോഹന്നാൻ 10:10b. യോഹന്നാൻ 10:10. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. 2 പത്രോസ് 1:4. 2 പത്രോസ് 1:4. ദുരാശ മൂലം ലോകത്തിൽ ഉണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. അമാനുഷിക, അതോടൊപ്പം അമാനുഷിക ശക്തിയും, അതായത് സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്. നാം പരിപൂർണ ദൈവഹിതത്തിൽ ചരിക്കേണ്ടത് അമാനുഷിക ജീവനെ നിലനിർത്തി ദൈവകൃപയിൽ അമാനുഷിക ശക്തിയിലാണ് ജീവിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ സ്നേഹം ഈ ലോകത്തിൽ അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ നാം സ്വയമേ അനുഭവിക്കുന്നതും പങ്കുവെക്കുന്നതും. അതുകൊണ്ടൊരു വലിയൊരു ആത്മീയ ആധിപത്യമാണ്. ഈ ആത്മീയ ആധിപത്യം ഈ ലോകത്തിൽ കാണുന്ന ആധിപത്യ രീതിയല്ല അത്. ഇത് സൃഷ്ടിയിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് ആ സൂപ്പർ നാച്ചുറൽ ലൈഫിനോടൊപ്പം തന്നെ. ഉൽപ്പത്തി 1:28. ഉൽപ്പത്തി 1:28. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 8:6. സങ്കീർത്തനങ്ങൾ 8:6. അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവന് ആധിപത്യം നൽകി, എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. യോഹന്നാൻ 10:35. യോഹന്നാൻ 10:35. വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം അവരുടെ അടുത്തേക്ക് വന്നുമോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. സങ്കീർത്തനം 82:6. സങ്കീർത്തനങ്ങൾ 82:6. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്, നിങ്ങൾ എല്ലാവരും അത്യുന്നതന്റെ മക്കളാണ്. പ്രഭാഷകൻ 17:1-2. പ്രഭാഷകൻ 17:1-2 തിരുവചനങ്ങൾ. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലതിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. ദൈവത്തിന്റെ പരിപൂർണ ഹിതത്തിലായിരിക്കുന്ന വ്യക്തികളോട് ദൈവം സംഭാഷണത്തിലായിരിക്കും. അതിനായി അവിടുന്ന് സ്വപ്നങ്ങൾ നൽകുന്നു,
ദർശനങ്ങൾ നൽകുന്നു, പ്രവചനങ്ങൾ നൽകുന്നു. ഈ ദൈവിക ദാനങ്ങളിൽ വളരുമ്പോഴാണ് ഈ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റുകള് സൂപ്പർ നാച്ചുറൽ പവറായിട്ട് നമ്മിൽ നിന്ന് ദൈവജനത്തിന് പങ്കുവെക്കപ്പെടുന്നത്. താൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ ദൈവിക സ്വപ്നം ആ വ്യക്തി സ്വീകരിക്കുന്നത്. കാരണം ദൈവസ്നേഹം അനുഭവിക്കുന്ന ഹൃദയം ദൈവഹിതത്തെ തിരിച്ചറിയാൻ തുടങ്ങുന്നു. അപ്പോൾ അവന്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കപ്പുറം ദൈവത്തിന് വേണ്ടിയും ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയും ദൈവം കാണുന്ന സ്വപ്നത്തിൽ അവൻ പങ്കാളിയാകുന്നു. ഇതാണ് യൗസേപ്പിന്റെ സ്വപ്നങ്ങൾ. അതൊന്നും വ്യക്തിപരമായ മഹത്വത്തിന് വേണ്ടിയായിരുന്നില്ല. ക്ഷാമകാലത്ത് അനേകരുടെ ജീവൻ രക്ഷിക്കാനും ദൈവജനത്തെ സംരക്ഷിക്കാനുള്ള ദൈവ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഇത് ഈ കാലഘട്ടത്തിലും ദൈവം അവിടുത്തെ മക്കൾക്ക് നൽകുന്നുണ്ട്. റോമ 5:5 ദൈവം ഇങ്ങനെ സ്നേഹം ചൊരിയുമ്പോൾ, റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ആ ചൊരിയുന്നതിന്റെ ഭാഗമായിട്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ജോയൽ 2:28. ജോയൽ 2:28 അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. അപ്പസ്തോല നടപടി 2:17. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:17 ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ദൈവത്തിന്റെ സ്വപ്നം മനുഷ്യന്റെ പദ്ധതികളേക്കാൾ ശക്തമാണ്. കാരണം അത് മനുഷ്യനിൽ നിന്നല്ല, ദൈവ ഹൃദയത്തിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് ദൈവത്തിന്റെ സ്വപ്നം പൂർത്തിയാകും. ജോസഫിന് ഉണ്ടാകുന്ന 2 സ്വപ്നം. ഉൽപ്പത്തി 37:7. ഉൽപ്പത്തി 37:7 നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ എന്റെ കറ്റ എഴുന്നേറ്റു നിന്നു. നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എന്റെ കറ്റയെ താണു വണങ്ങി. ഈശോയില് ഇത് പൂർത്തിയാകുന്നതാണ് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത്. ഫിലിപ്പിയ 2:10. ഫിലിപ്പി 2:10 ഇത് യേശുവിന്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അടുത്ത സ്വപ്നം ഉൽപ്പത്തി 37:9. ഉൽപ്പത്തി 37:9 അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. അവൻ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി.
ഇത് അപ്രതീക്ഷിതമായ ഒരു സ്വപ്നമാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇവിടെ സൂര്യൻ എന്നെ സൂചിപ്പിക്കുന്നത് യാക്കോബും, ചന്ദ്രൻ അവന്റെ അമ്മയും, മറ്റെല്ലാം നക്ഷത്രങ്ങൾ അവന്റെ സഹോദരങ്ങളുമാണ്. പക്ഷെ ഇത് വെളിപാടില് ഇത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വെളിപാട് 12:1. വെളിപാട് 12:1. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ജോസഫിന്റെ കുടുംബത്തെ മറികടന്ന് ദൈവജനത്തിന്റെ പ്രതീകമായിട്ട് ഇതിങ്ങനെ വികസിക്കുന്നു. ഇവിടെയെല്ലാം ഒരു അദൃശ്യമായതും മൗനമായതും ശക്തവുമായത പദ്ധതിയാണ് ദൈവത്തിന്റെ രക്ഷാകര ചരിത്രം വെക്കുന്നത്. ജോസഫിന്റെ സ്വപ്നങ്ങൾ അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ ദൈവം അദൃശ്യമെങ്കിലും മൗനമെങ്കിലും ശക്തനാണെന്നും അവിടുത്തെ പദ്ധതി പൂർത്തിയാകും എന്നതുമാണ്. ഈ ഒരു ബോധ്യത്തിന്റെ വെളിച്ചത്തിലാണ് നാം അടുത്ത ഫലം ധ്യാനിക്കുക. ദൈവത്തിന്റെ അനുവദനീയ ഹിതം. ഉൽപ്പത്തി 37:4. ഉൽപ്പത്തി 37:4. പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നാം കഴിഞ്ഞ തലത്തിൽ ദൈവത്തിന്റെ ഛായയാണ് ധ്യാനിച്ചെങ്കിൽ ഇവിടെ ശത്രുവിന്റെ ഛായ എന്താണ്? ഏത് ശത്രുവിന്റെയും ഛായ ഇതാണ്: സഹോദരന്മാരോടുള്ള അസൂയ. മനുഷ്യനെ മരണത്തിന് വിധേയമാക്കിയത് ഈ അസൂയയാണ്. നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പരിപൂർണ ഹിതത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പിശാചിന്റെ മാർഗങ്ങളെല്ലാം അസൂയയുടേതായിരുന്നു. ജ്ഞാനം 2:24. ജ്ഞാനം 2:24. പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു, അവന്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു. ഉൽപ്പത്തി 3 നാം കാണുന്ന സർപ്പത്തിന്റെ തന്ത്രവും നേരിട്ടുള്ള ഒരു ആക്രമണമല്ല, പക്ഷെ ഒരു അട്ടിമറിയാണ്. അതിൻ്റെ പുറകെയും മനുഷ്യൻ അനുഭവിക്കുന്ന പ്രത്യേക സ്നേഹത്തോടും അവരുടെ ജീവിതത്തിലുള്ള ആ മഹത്വത്തോടുള്ള അസൂയാണ്. അതുകൊണ്ടാണ് ഈ അസൂയയിലൂടെ വളരെ തന്ത്രപരമായ ഒരു കാര്യം വെക്കുക. അസൂയയുടെ ഒരു വലിയ തന്ത്രമാണ് സംശയം ജനിപ്പിക്കുക എന്നത്. അതാണ് ഉൽപ്പത്തി 3:1 നാം വായിക്കുക. ഉൽപ്പത്തി 3:1. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ആ ഒരു ചോദ്യത്തിലൂടെ സംശയം ഉത്ഭവിക്കുകയും സംശയം അവിശ്വാസമാവുകയും അവിശ്വാസം അനുസരണക്കേടിലേക്കും നയിക്കപ്പെടുന്നു. ഇത് ചരിത്രത്തിൽ അന്നു മുതൽ ഇന്ന് വരെയും ഇങ്ങനെയാണ് പിശാച് പ്രവർത്തിക്കുന്നത്. 2 Corinthians
3. 2 Korinഥോസ് 11:3. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അസൂയ ഒരു വിഗ്രഹമായിട്ട് മാറാം. അതാണ് എസെക്കിയേൽ 8:3 നാം വായിക്കുന്നത്. എസെക്കിയേൽ 8:3. കൈ പോലെ തോന്നിയ ഭാഗം നീട്ടി അവൻ എന്റെ മുടിക്ക് പിടിച്ചു. ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യത്തിലേക്ക് ഉയർത്തി. ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങളിൽ എന്നെ ജെറുസലേമിൽ അകത്തെ അങ്കണത്തിന്റെ വടക്കേ വാതിക്കലേക്ക് കൊണ്ടുപോയി. അസൂയ ജനിപ്പിക്കുന്ന അസൂയ വിഗ്രഹത്തിന്റെ പീഠം അവിടെ ഉണ്ടായിരുന്നു. എസെക്കിയേൽ 8:5. എസെക്കിയേൽ 8:5. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, വടക്കു ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക. ഞാൻ വടക്കു ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി. അതാ ബലിപീഠത്തിന്റെ വാതിക്കൽ വടക്കുവശത്ത് ആ അസൂയ വിഗ്രഹം നിൽക്കുന്നു. നമ്മളിൽ ഈ അസൂയ ഉണ്ടെങ്കിൽ ദൈവഹിതത്തിന്റെ പരിപൂർണതയിൽ ഒരിക്കലും വളരില്ല. തീർത്തും ജഡികരായിട്ട് മാറും, തർക്കങ്ങളിൽ ഏർപ്പെടുന്നവരായിട്ട് മാറും. 1 കൊരിന്തോസ് 3:3. 1 Korinthos 3:3. എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ. യാക്കോബ് 3:16. യാക്കോബ് 3:16. എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. സഹോദരങ്ങൾ അസൂയോടുകൂടി നോക്കുമ്പോൾ യാക്കോബ് ജോസഫ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഉൽപ്പത്തി 37:11 നാം വായിക്കുക. ഉൽപ്പത്തി 37:11. സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വച്ചു. നമ്മെ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ പരിപൂർണ ഹിതത്തിൽ നിന്ന് നാം വ്യതിചലിക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഇതാണ് വഴി. ഇതിലൂടെ തന്നെ നമുക്കും പോകേണ്ടത്. ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കുക, സംശയരഹിതമായി അതിൽ ആശ്രയിക്കുക. കാരണം അവിടുത്തെ വചനം ഈശോ തന്നെയാണ്. ലൂക്ക 2:19. ലൂക്ക 2:19. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ലൂക്ക 2:51. ലൂക്ക 2:51. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവം അവിടുത്തെ സ്നേഹം നമ്മിലേക്ക് ഇങ്ങനെ വളരെ ആഴമായിട്ടാണ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഉൽപ്പത്തി 37:12-13 വചനങ്ങൾ വായിക്കാം. ഉൽപ്പത്തി 37:12-13 തിരുവചനങ്ങൾ. അവന്റെ സഹോദരന്മാർ പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ ഷെഖെമിലേക്ക് പോയി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ഷെഖെമിൽ ആടുമേയ്ക്കുകയല്ലേ? ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ്.
ഞാൻ പോകാം. അവൻ മറുപടി പറഞ്ഞു. ഷെക്കേമിലേക്ക് യൗസേപ്പിനെ അയക്കുന്നു. എന്തുകൊണ്ടാണ് യാക്കോബ് യൗസേപ്പിനെ ഷെക്കേമിലേക്ക് അയക്കുന്നത്? ഷെക്കേം ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കുകയാണ്. കാരണം യാക്കോബിന്റെ 2 പുത്രന്മാർ ശിമ്യോനും ലേവിയും അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി ഒരു പ്രത്യേക അവസ്ഥയിലാണ് ആ പ്രദേശം. അതാണ് നമുക്ക് ഉൽപ്പത്തി 34:30 വായിക്കാൻ സാധിക്കുക. ഉൽപ്പത്തി 34:30. അപ്പോൾ യാക്കോബ് ശിമ്യോനെയും ലേവിയെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഇന്നാട്ടുകാരായ കാനാൻകാരുടെയും പെരീശ്യരുടെയും മുമ്പിൽ നിങ്ങൾ എനിക്ക് ദുഷ്കീർത്തി വരുത്തിയിരിക്കുന്നു. എനിക്ക് ആൾബലം കുറവാണ്. അവരൊന്നിച്ചുകൂടി എന്നെ ആക്രമിച്ചാൽ ഞാൻ തകർന്നു പോകും, ഞാനും കുടുംബവും നശിക്കും. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് യൗസേപ്പിന് വിടുമ്പോൾ പിതാവ് അറിഞ്ഞില്ല ഇനി 20 വർഷം കഴിഞ്ഞിട്ടേ ഈ മകനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് വലിയൊരു സ്നേഹം പങ്കുവെച്ചതാണ്. ഇത് തന്നെയാണ് ആബാ പിതാവ് മനുഷ്യകുലത്തിനോടും കാണിക്കുന്നത്. യോഹന്നാൻ 3:16-17. യോഹന്നാൻ 3:16-17 തിരുവചനങ്ങൾ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. യൗസേപ്പ് അവിടെ എത്തുമ്പോൾ സഹോദരങ്ങൾ അവനെ സ്വീകരിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഈശോയും സ്വീകരിക്കുന്നില്ല അവിടുത്തെ സ്വന്തം ജനം. യോഹന്നാൻ 1:11. യോഹന്നാൻ 1:11. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയാണ് മനുഷ്യകുലത്തിന്റെ പതനത്തിന് കാരണമാകുന്നത്. ഇത് തന്നെയാണ് ഈ സഹോദരങ്ങളിൽ കാണുന്നത്. ഉൽപ്പത്തി 37:20. ഉൽപ്പത്തി 37:20. വരുവിൻ, നമുക്കവനെ കൊന്ന് കുഴിയിലെറിയാം, ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നെന്ന് പറയുകയും ചെയ്യാം. അവന്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ. ഈ സ്വരം നമ്മിലെ ദൈവ ഛായ കെടുത്തിക്കളയാൻ ആഗ്രഹിക്കുന്ന ഓരോ ശക്തിയുടെയും ശബ്ദമാണ്. ഇത് അന്നും ഇന്നും ഇതുപോലെയാണ്. ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന. ഈശോ പിതാവിനെ പിതാവ് എന്ന് വിളിച്ചതുകൊണ്ടും പിതാവായ ഐക്യമുണ്ടെന്ന് പറഞ്ഞതിനാൽ അവിടത്തെ ഇല്ലാക്കാൻ അന്ന് അവർ ശ്രമിച്ചു. ഇന്നും ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരെയും ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന ലോകത്തിലുണ്ടാകുന്നുണ്ട്. യോഹന്നാൻ 5:18. യോഹന്നാൻ 5:18. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. യോഹന്നാൻ 10:30-31. യോഹന്നാൻ 10:30-31 തിരുവചനങ്ങൾ. ഞാനും പിതാവും ഒന്നാണ്.
യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. മർക്കോസ് 14:1. മർക്കോസ് 14:1. പെസഹായ്ക്കും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിനും 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. യേശുവിനെ ചതിവിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ആലോചിച്ചു കൊണ്ടിരുന്നു. ഇത്തരം ഗൂഢാലോചനയുടെ കാരണം എന്താണ്? യോഹന്നാൻ 3:19 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. യോഹന്നാൻ 3:19 മുതൽ 21 വരെ തിരുവചനങ്ങൾ. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. ജോബ് 24:13. ജോബ് 24:13. പ്രകാശത്തിന്റെ വഴി പരിചരിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട്. ആമോസ് 5:10. ആമോസ് 5:10. നഗര കവാടത്തിൽ ന്യായം വിധിക്കുന്നവരെ അവർ ദ്വേഷിക്കുന്നു. സത്യം പറയുന്നവരെ അവർ ജുഗുപ്സയോടെ നോക്കുന്നു. ശത്രുവിന്റെ തന്ത്രം എല്ലായ്പ്പോഴും ഒന്ന് തന്നെയാണ്: സ്വപ്നമുള്ളവരെ കൊല്ലുക, അവരുടെ ദൈവിക ദൗത്യത്തെ നശിപ്പിക്കുക. കിണറ്റിൽ ഇടുന്നതിന് മുമ്പ് അവർ ജോസഫിന്റെ അങ്കി ഊരി. ഉൽപ്പത്തി 37:23. ഉൽപ്പത്തി 37:23. അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറം കുപ്പായം ഊരിയെടുത്തു. ഈശോടും ഇത് തന്നെയാണ് ചെയ്തത്. മത്തായി 27:28. മത്തായി 27:28. അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഒരു ചമന്ന പുറംകുപ്പായം അണിയിച്ചു. ഈ അങ്കി വ്യക്തിത്വത്തെയും വിളിയെയും പ്രതിനിധീകരിക്കുന്നതാണ്. ഒരു വ്യക്തിയിൽ നിന്ന് അത് എടുത്തു മാറ്റുമ്പോൾ ആ വ്യക്തിയിലുള്ള ഒരു ബോധ്യം ഉരിഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി നശിച്ചു. കിണറ് അതിന് ശേഷം മാത്രം. നാം ദൈവം നൽകിയ ഈ മേൽ വസ്ത്രം ഉപേക്ഷിക്കാനോ ഉപേക്ഷിക്കുന്നവരുടെ തന്ത്രത്തിലും പെടുന്നുണ്ടോ? ഇത് ദൈവസ്നേഹത്തിന്റെ ബോധ്യത്തിൽ തന്നെയാണ് ഈ മേൽ വസ്ത്രം നിലനിർത്താനായിട്ട് സാധിക്കുക. മനുഷ്യ ചരിത്രത്തിലെ പാപത്തിലൂടെ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് പൗലോസ്ലിയ പറയുന്നതാണ് റോമ 3:23. റോമ 3:23. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. ദൈവ മഹത്വം എന്ന് പറയുന്നത് ദൈവ ഛായയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാമായിട്ടും കിണറ്റിൽ എറിയപ്പെട്ടിട്ടും ദൈവം തൻ്റെ പദ്ധതി ഉപേക്ഷിക്കുന്നില്ല. ദൈവം ഇതെല്ലാം
അനുവദിക്കുന്നു. ദൈവം ഒരിക്കലും ഇത് ഉണ്ടാക്കുന്നില്ല. ഇവിടെ വളരെ ശ്രദ്ധയുണ്ടാകണം ഈ കാര്യത്തിൽ. ദൈവത്തിന്റെ അനുവദനീയ ഹിതം ജോസഫിനെ കിണറ്റിൽ ആക്കുക എന്നുള്ളതല്ല. അത് തടയാൻ കഴിയുന്ന ഈ ദൈവം അതിനെ അനുവദിച്ചു. അത് മനുഷ്യന് കൊടുത്ത വലിയ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ ആ ദൈവത്തിന് തന്നെ എങ്ങനെ ഈ അവസ്ഥയെ അവിടുത്തെ സ്നേഹം കൊണ്ടും തിരിച്ച് പരിപൂർണ ഹിതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് വലിയ രഹസ്യമാണ്. ആ രഹസ്യത്തെ കുറിച്ച് പൗലോസ് ലീഹ റോമ 11:32-33 പറയുന്നുണ്ട്. റോമ 11:32-33 തിരുവചനങ്ങൾ. എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി. ദൈവത്തിന്റെ സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴം! അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം! അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം! അതോടൊപ്പം ദൈവം തിന്മ ഉണ്ടാക്കുന്നില്ല എന്നുള്ള ബോധ്യം വേണം. യാക്കോബ് 1:13. യാക്കോബ് 1:13. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. പ്രഭാഷകൻ 15:20. പ്രഭാഷകൻ 15:20. പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. പാപം ദൈവ മനുഷ്യ ബന്ധത്തെ മുറിവേൽപ്പിച്ചു. പക്ഷേ ദൈവ സ്നേഹത്തെ ഇല്ലാതാക്കാൻ അതിന് സാധിക്കില്ല. ജ്ഞാനം 15:2. ജ്ഞാനം 15:2. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്, ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. ദൈവം സ്വന്തമായി കണക്കാക്കുന്നത് കൊണ്ട് അവിടുത്തെ മക്കളെ ഉപേക്ഷിക്കുന്നില്ല. ആദാമിനും ഹവ്വായിക്കും അവിടുന്ന് ആ പതനത്തിന് ശേഷം ചെയ്തത് എന്താണ്? ഉൽപ്പത്തി 3:21. ഉൽപ്പത്തി 3:21. ദൈവമായ കർത്താവ് തോലുകൊണ്ടുടയാട ഉണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. ഗലാത്തിയ 3:27. ഗലാത്തി 3:27. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. വെളിപാട് 7:14. വെളിപാട് 7:14. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. വെളിപാട് 19:8. വെളിപാട് 19:8. ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. ദൈവത്തിന്റെ അനുവദനീയ ഹിതത്തിൽ അവിടുത്തെ ശക്തിയാണ് നാം അറിയേണ്ടതും. ആ ബോധ്യത്തിലാണ് ഈ ലോകത്തിൽ ആയിരിക്കേണ്ടതും. റോമ 8:28. റോമ 8:28.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ. യൗസേപ്പ് ഈ ശുഭാപ്തി വിശ്വാസത്തിലാണ് ജീവിതത്തിന്റെ ഈ വലിയ അവസ്ഥ, ദൈവം സഹോദരങ്ങളിലൂടെ കടന്നു വന്ന ആ ഒരു അവസ്ഥയെ നേരിട്ട് അവസാനിക്കുന്ന സമയത്ത് അന്ത്യമായ അധ്യായത്തില് നാം വായിക്കുന്ന വചനം എന്നും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട വചനം, നമ്മെ ആരെയെങ്കിലും വേദനിപ്പിക്കുമ്പോൾ നാം കൊണ്ടു നടക്കേണ്ട വചനം, ഉൽപ്പത്തി 50:20. ഉൽപ്പത്തി 50:20. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ദൈവത്തിന്റെ പരിപൂർണ ഹിതത്തിന് വിധേയമായി ജീവിക്കാനും ദൈവത്തിന്റെ അനുവദനീയമായ ഹിതങ്ങളുടെ നിമിഷങ്ങളിൽ ശുഭാപ്തി വിശ്വാസത്തോടെ അവിടത്തെ ശക്തിയിൽ അവിടുന്ന് എല്ലാം നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുന്ന ബോധ്യത്തിൽ വളരാനുള്ള അനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.